ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പേടിഎമ്മിൻ്റെ ബോക്സാണ്. കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ സാധനം വർക്ക് ചെയ്യുന്നില്ല. അതായത് ബാറ്ററി ലോ എന്ന് പറഞ്ഞ സാധനം ചത്തുപോയി. അതായത് മുപ്പത് പറയുന്നത് വർക്ക് ചെയ്യുന്നില്ല, ബാറ്ററി ലോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ചാർജ് കുത്തിയിട്ടൊന്നും കയറുന്നില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പിന്നിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ലെഗ് പൊട്ടി കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇത് എൻ്റെ പേരുടെ തൊട്ടടുത്തൊരു കഫ്തീരിയുണ്ട്. അപ്പോൾ മൂപ്പരായിരുന്നു പറഞ്ഞത്, എടാ ഇതിങ്ങനെ പൈസ വരുന്നൊന്നും അറിയുന്നില്ല, ഫോണിൽ നോക്കേണ്ട അവസ്ഥ ഒന്ന് നന്നാക്കി തരുമെന്ന് ചോദിച്ചു. നമുക്ക് നോക്കി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു നോക്കുന്ന സമയത്ത് 4 സ്ക്രൂ ഒക്കെ അയച്ചു നോക്കുന്ന സമയത്ത് ആകെയുള്ള ഇതിൻ്റെ മുകളിൽ ഒരു ബോർഡും പിന്നെ ഒരു ബാറ്ററിയാണ്, പിന്നെ അടിയിൽ സ്പീക്കർ വരുന്നത്. ആ ബോർഡ് ഒരു 5 സ്ക്രൂ അങ്ങാനുണ്ട്. ആ 5 സ്ക്രൂവും കഴിച്ച് ആ ബോർഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. CC നിൽക്കുന്നത് CC ഒരു വേറെ തന്നെ ഒരു ടൈപ്പ് CC, അതായത് ഇങ്ങനെ കുത്തനെയാണ് നിൽക്കുന്നത്. മറ്റേ നേരെ നോർമലി നമ്മളെ ഫോണിലൊക്കെ നിൽക്കുമ്പോൾ 4 കാലുണ്ടാവും, പക്ഷേ ഇതിന് കാലില്ല. ഇതിന് ബാക്ക് സൈഡിൽ വേറെന്തോ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ പിന്ന് തന്നെ വ്യത്യാസമുണ്ട്, ഒരു വേറെ തന്നെ രീതിയിലുള്ളതാണ് പിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അത് ഇളകിയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ചാർജിങ് കണ്ടറൊക്കെ എടുത്ത് കുത്തി, അതായത് ജസ്റ്റ് പിന്നെ ഉള്ളിലുള്ള സാധനമൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ചാർജറൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ആംബിയർ എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി. ആംബിയർ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ കൺഫേമായി എന്തായാലും പിന്നെ മാറ്റി തന്നെ വേണം. കാരണം കുത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്കിങ്ങനെ സാധനം ഇളകിപ്പോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പൊട്ടി പോയിക്കണ്ട. ആ ഒരു ലെഗ് മൊത്തത്തിൽ പോയതാണ്. ആ ഒരു ലെഗ് ഉള്ളിൽ നിന്ന് ചിലപ്പം പൊട്ടിയിട്ടുണ്ടാവും. അതായിരിക്കണം ചിലപ്പോൾ ആണെന്നെ ചാർജർ കുത്തിയിട്ട് നേരെയാക്കി വെച്ചിട്ട് ചാർജർ കുത്തിയിട്ടും വരയ്ക്കാത്തതിൻ്റെ റീസൺ. അപ്പോൾ എന്തായാലും ആ പിന്ന് മാറ്റാൻ നമുക്ക് ഒരു രക്ഷയില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഈ പിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വാങ്ങിക്കാനും കിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസണ് ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഷോപ്പിന് വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുക. അതായത് കോഴിക്കോട് ഞാനിങ്ങനെ ഷോപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഫോൺ നോക്കാൻ പറ്റാത്തതും മെസ്സേജ് എടുക്കാൻ പറ്റാത്തതൊക്കെ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഷോപ്പ് എങ്ങനെയെങ്കിലും ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റാഫിനെ കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം മാനേജ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വിചാരിക്കരുത്, ഇൻഷാല്ലാ മാക്സിമം പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ നോക്കും. സെറ്റായി കഴിഞ്ഞാലൊക്കെ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ CC എന്തായാലും നോർമലി ഹീറ്റ് അടിച്ചിട്ട് കഴിക്കാൻ എനിക്കൊരു പേടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇത് ഹീറ്റാക്കിയിട്ട് ഇനി ബോർഡ് അങ്ങനെ ബൾജാവുമോ ഇല്ല എന്നൊന്നും അറിയില്ല. കാരണം ഈ ബോർഡ് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, ചെറിയ എന്തോ പൈസ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അയൺ വെച്ചിട്ട് തന്നെ എടുത്ത് ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം, എല്ലാത്തവർക്ക് എടുക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെ എടുത്തതെന്ന് മാത്രം, ഞാനത് ജസ്റ്റ് യൂസർ വെച്ചിട്ട് ഇങ്ങനെ കുളത്തി പിടിച്ച് ബാക്ക് സൈഡിൽ നിന്ന് അയൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ട് മെല്ലെ പരിച്ചും എടുത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ചൂടാക്കിയിട്ട് അഥവാ ബൾജായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ സാധനം വാങ്ങിക്കാൻ കിട്ടുമെന്ന് പോലും അറിയില്ല. പിന്നീട് തന്നെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു, ഒരു സ്ഥലത്തും ഇല്ല. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാകുന്ന സാംസങ്ങിൻ്റെ ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു പിന്നെടുത്തിട്ട് സ്യൂട്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നെ എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ഇതിൻ്റെ കണക്ഷൻ, അതായത് ഉൾട്ടയാണോ എങ്ങനെയാണ് പിന്ന് വരുന്നത് എന്നുള്ളത് നോക്കണം. കാരണം നമ്മൾ നോക്കിയൻ്റെ മാതിരി പിന്ന് ഞാൻ ആദ്യം ആക്കാൻ നോക്കിയാൽ, പക്ഷേ അത് കറക്റ്റല്ല, അത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ നോക്കിയിട്ട്, അതായത് ഓപ്പോസിറ്റാണോ അല്ലെങ്കിൽ ഉൾട്ടയാണോ എങ്ങനെയാണോ വരുന്നത് എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് CC എടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ 4 കാലും ഞാനങ്ങനെ കട്ട് ചെയ്ത് 4 കാലിൽ ബാക്കത്തെ കാലം ഒരു ഇത്തിരി ഞാനവിടെ വെച്ച്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലാണ് ഇതിന് ലെഡ് പിടിപ്പിച്ചിട്ട് സ്ട്രോങ് ആയിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കോട്ടേക്കാണ് ഇത് തിരിക്കും വേണ്ട, പക്ഷേ ബാക്കോട്ടേക്ക് തിരിക്കാനാവില്ല. ബാക്കത്തെ കാര്യം ഇത്തിരി അവിടെ വെച്ച് എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കറക്റ്റ് വെക്കാൻ. അതേപോലെ തന്നെ നമുക്ക് 2 കണക്ഷനാണ് വേണ്ടു, ഒരു പോസിറ്റീവും ഒരു ഗ്രൗണ്ടും. ബാക്കി വരുന്ന കണക്ഷൻസ് നമുക്ക് വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്ന ആവശ്യം ഇത് ചിലപ്പോൾ സോഫ്റ്റ്വെയർക്ക് ആവശ്യം വേണ്ടി വരും, പക്ഷേ അതിന് ഇതിൻ്റെ പിൻ തന്നെ വേണം. കാരണം വെച്ചാൽ ഇതിൻ്റെ കണക്ഷൻ വേറെ തന്നെ സാധനം. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കണ്ടർ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ ചാർജിങ് കണ്ടർ. അപ്പോൾ നമ്മൾ പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് കയറ്റുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് 2 കണക്ഷൻ അയച്ച് ബാക്കി 3 കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് തന്നെ ടോട്ടൽ 5 കണക്ഷൻ ഉണ്ടാക്കുക. ആ 5 കണക്ഷനിൽ 2 കണക്ഷൻ, ഒരു ഗ്രൗണ്ടും ഒരു പോസിറ്റീവും, അതായത് 2 അങ്ങേ 2 തലക്കിലുള്ള കണക്ഷൻ വെച്ചിട്ട് സെൻറ്ററിലുള്ള 3 കണക്ഷൻ നമ്മൾ ഒഴിവാക്കി. എന്നതിന് ശേഷം അത് കറക്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ലെഡ് പിടിപ്പിക്കുക. ചില ആൾക്കാർ ചില CC ചില നോക്കിയതിൻ്റെ മറ്റേനൊക്കെ CC റിട്ടേൺ വന്നിട്ട് എനിക്ക് വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CCൻ്റെ മുകളിൽ മര്യാദയ്ക്ക് ലെഡ് പിടിപ്പിക്കാണ്ട് അങ്ങനെ തന്നെ വെച്ച് ഫിക്സ് ചെയ്യുന്നത്, അത് ചിലപ്പം കറക്റ്റ് ആവണമെന്നില്ല. മാക്സിമം അതിൻ്റെ മുകളിൽ ഒന്നെങ്കിലോ ചുരണ്ടിയിട്ടോ അല്ലെങ്കിൽ ലെഡ് പിടിപ്പിച്ചിട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇത് ഞാൻ ഒരു സൈഡിൽ നിന്ന് നമ്മൾ CC ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ കൊത്തി പിടിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് അയൺ കൊണ്ട് മെല്ലെ മറ്റേ തൊട്ടുമ്പോൾ വിരലുകൊണ്ട് മെല്ലെ അമർത്തും. അപ്പോൾ ഉള്ളിലോട്ട് കയറി വരും. ഇതും ഹീറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ ഞാനങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൾജായി പോകേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആരുടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യണം കേട്ടോ, പക്ഷേ ഹീറ്റ് കുറച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്ന സാധനത്തിൻ്റെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. പിന്നെ ചാടിക്കയറി ചെയ്തിട്ട് ഇനി ബൾജായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പോൾ പിന്നെ കാണിച്ചു തരാമെന്നുള്ളതും കൂടിയാണല്ലോ നമ്മളൊരിത്. അപ്പോൾ ഇൻ കേസ് ഞാൻ ഇനി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബൾജായി പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ, അതുകൊണ്ടാണ്.
അപ്പോൾ മെല്ലെ 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 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കും. ആദ്യത്തെ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഞാൻ വെച്ച് നോക്കുന്ന സമയത്ത് കറക്റ്റ് നിന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറിപ്പോവുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും തിരിഞ്ഞൊക്കെ പോയിട്ട് ചിലപ്പോൾ CC കറക്റ്റ് നിൽക്കണമെന്നില്ല. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ മെനക്കെട്ട് കറക്റ്റ് വെച്ച് കറക്റ്റ് സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അയൺ വെച്ച് തൊടുമ്പോഴത്തേക്ക് കറക്റ്റ് ലെവലായി നിന്ന് അതിൻ്റെ കറക്റ്റ് ആ ഹോളിൽ തന്നെ, അതായത് പോസിറ്റീവിൻ്റെയും ഗ്രൗണ്ടിൻ്റെയും ഇത് ഹോളിലേക്ക് തന്നെ പോയി നിന്ന് ബാക്കിൽ നിന്ന് നല്ലോണം ചൂടാക്കി വെച്ചപ്പോൾ തന്നെ നല്ല സാധനം കറക്റ്റ് ലെവലായിട്ട് നിന്ന്. എന്നതിന് ശേഷം കറക്റ്റ് ചിലപ്പോൾ ചെരിയാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നേരെയാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ലെഗ്, ഞാൻ പറഞ്ഞ ബാക്കത്തെ 2 ലെഗ്, ആ ലെഗിൽ ഇത്തിരി PPD മറ്റേ നല്ലോണം ആക്കി കൊടുക്കുക. അതിന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇളകാത്ത രീതിയിൽ നല്ലോണം മറ്റേ സ്ട്രോങ് ആയിട്ട് PPD ആക്കിയിട്ട് PPDയോ അല്ലെങ്കിൽ ലെഡോ നിങ്ങൾ എന്താണോ ഇടുന്നത് ആ സാധനം വെച്ചിട്ട്, ഞാൻ ലെഡാണ് ഇട്ടത്, നല്ലോണം പിടിപ്പിച്ച് സ്ട്രോങ് ആയി പിടിപ്പിച്ചതിന് ശേഷം ഇളക്കി വെക്കുക. ഇളകുന്നില്ല എന്ന് കൺഫേം ആയതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യുക. ഞാൻ ഇപ്പോൾ ചാർജ് കുത്തി വയ്ക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, ഇളകുന്നൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുള്ള് പാക്ക് ചെയ്ത് വെക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഫിക്സ് ആയെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തതാണ്. ഓക്കെ, വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് ചെക്ക് ചെയ്ത് എങ്ങനെ എടുത്തപ്പോൾ പിന്നെ ഞാനിവിടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷനും ബാറ്ററിൻ്റെ കണക്ഷനും എല്ലാ സാധനവും തിരിച്ചവച്ചിട്ട് അതിൻ്റെ ബോർഡിൻ്റെ മുകളിൽ സ്ക്രൂവും കാര്യങ്ങളൊക്കെ തിരിച്ചിപ്പിക്കുക. അതായത് നമ്മൾ എങ്ങനെയാണോ ഈ സാധനം ഓപ്പൺ ചെയ്തത്, എങ്ങനെയാണോ നമ്മൾ സാധനം കഴിച്ചത്, അതുപോലെ തന്നെ തിരിച്ച് ഫുള്ള് പാക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇട്ട്, പിന്നെയെന്ന് പറയുമ്പം ഈ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഫസ്റ്റ് സ്പീക്കർ ഇട്ട സമയത്ത് ബാറ്ററി ഊരാൻ മറന്നേ. മാക്സിമം നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ബാറ്ററി കണ്ടർ ഊരുക. എന്നതിന് ശേഷം സോൾഡർ ചെയ്തതിന് ശേഷം ബാറ്ററി കണ്ടർ ഇടുക. ചിലപ്പോൾ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ചില സാധനങ്ങൾക്ക് അധികം ആവാൻ ചാൻസ് ഉണ്ട്, ചിലതില്ല, ചെറുതാവാനുണ്ട്. ഇത് നമ്മൾ ഫുള്ള് സ്ക്രൂ ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി ഞാൻ കുറച്ച് നേരം ചാർജിങ് ഇട്ടതാണ്. ഒന്നും കൂടി ഞാൻ ചാർജിങ് ഇട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേഷൻ ഒന്നുമില്ല, ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എവിടെ ഇൻഡിക്കേഷനും കാണിക്കുന്നില്ല. പക്ഷേ ആംബിയർ എടുക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ സാധനം യൂസ് ചെയ്തിട്ടില്ല. നെക്കി പിടിച്ച് ഓണാക്കി വെക്കുന്ന സമയത്തും സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് സൗണ്ട് വന്നു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ സൗണ്ട് വരുന്നില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷേ സൗണ്ട് വന്ന് കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്ന് മാത്രം. ഓണാക്കി കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ സൗണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻ ഇങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓറഞ്ച് ലൈറ്റൊക്കെ മിന്നി കളിക്കുന്നുണ്ട്. അത് എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്, എന്താണ്, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി പിന്നെ സാധനം വർക്കിംഗ് ആണോ, ഫുൾ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണോ എന്നറിയണം. നമ്മളിത് സർവീസ് ചെയ്തല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും നേരം വീഡിയോ എടുത്തത് ഐഫോണിലും, ഇപ്പോൾ ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഉറുപ്പിക നമുക്കൊന്ന് അയച്ചു നോക്കാം. എന്താ അവസ്ഥ, കയറുന്നുണ്ടോ ഇല്ലയോ, അത് വിളിച്ച് പറയുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഞാനത് അയച്ചു നോക്കിയ സമയത്ത് അതും യാതൊരു സാധനം ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. കണ്ട. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം.